സംസ്ഥാന ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റ് വളപ്പിൽ കൗതുക കാഴ്ചയൊരുക്കി സൂര്യകാന്തി പൂക്കൾ വിരിഞ്ഞു. മുൻവശത്തെ ഗാർഡനിലും വശങ്ങളിലുമായി നട്ടുപിടിപ്പിച്ച സൂര്യകാന്തി ചെടികളാണിപ്പോൾ പൂർണ്ണമായി പുഷ്പിച്ചിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിലെത്തുന്ന പൊതുജനങ്ങൾക്ക് പുറമെ ജീവനക്കാരെയും ആകർഷിക്കുന്ന മനോഹരമായ ഒരു കാഴ്ചയായി സൂര്യകാന്തി പൂക്കൾ മാറിയിരിക്കുകയാണ്. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇത് കർണാടകയിലെ ഗുണ്ടൽപേട്ടയോ തെങ്കാശിയിലെ സുന്ദരപാണ്ഡിപുരത്തെയോ സൂര്യകാന്തി പൂക്കളെന്ന്. എന്നാൽ ഇങ്ങനെയും കൂടി ഒന്ന് കാണുമ്പോഴാണ് യഥാർത്ഥ വിസ്മയം. സൂര്യകാന്തി പൂക്കൾക്ക് പറ്റിയ വളക്കൂറുള്ള മണ്ണല്ല ഭരണസിരാ കേന്ദ്രത്തിലെ കൃഷിഭൂമി. കൃഷി പരിപാലകരായ 20 പേർ ഒന്നിച്ച് കൈകോർത്തപ്പോൾ സെക്രട്ടേറിയറ്റ് വളപ്പിൽ വിരിഞ്ഞത് മഞ്ഞ വസന്തം. സ്വാധീനത്തിൽപ്പെട്ട 800ഓളം സൂര്യകാന്തി തൈകളാണ് നട്ടുപിടിപ്പിച്ചത്. വിപുലമായൊരു സൂര്യകാന്തി പാടം ഇതാദ്യമായിട്ടാണ് ചെയ്യുന്നതെന്ന് ഗാർഡൻ സൂപ്പർവൈസർ ഷിബു എം പറഞ്ഞു. സെക്രട്ടേറിയറ്റിൽ കുറച്ച് കാലമായിട്ട് പൂക്കളും മറ്റുള്ള കാര്യങ്ങളും ഇവിടെ കുറവായിരുന്നു. അതുമാത്രമല്ല, ഇപ്പോഴത്തെ ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം പൂ വയ്ക്കാൻ പറ്റിയ സ്ഥലമല്ല. കാരണം എന്ന് വെച്ചാൽ പശ മണ്ണും അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ കുറച്ച് ബ്ലാങ്കായിട്ട് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് നമ്മളൊരു ഓണമല്ലേ വരുന്നതെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു മാസമായിട്ടൊരു സ്ഥലം നമ്മൾ എടുത്ത് കൃഷി ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എൻ്റെ ഒരു പൂക്കൾ കണ്ട് ആസ്വദിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്കും ഇവിടെ വരുന്നവർക്കും കാണാനും കണ്ണിന് ആനന്ദകരമാകുന്ന രീതിയിലുള്ള ഒരു കാഴ്ച ഒരുക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 800ഓളം വരുന്ന പൂക്കൾ നമുക്ക് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം മനസ്സിലുണ്ടാകുന്നു. നമ്മൾ ഈ പ്രദേശത്ത് ഇത്രയും വിപുലമായ രീതിയിൽ ആദ്യമാണ് ചെയ്തത്. നേരത്തെ ചെയ്തിട്ടുണ്ട് എങ്കിലും കുറച്ച് സ്ഥലങ്ങളിലായിട്ട് ചെയ്തിരിക്കുന്നതാണ്. പക്ഷേ ഒരു മാസമായിട്ട് ഒറ്റ ഏരിയയിൽ ഇപ്പം ചെയ്തിരിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. അപ്പോൾ അതിൽ നമ്മുടെ ജീവനക്കാർ, സെക്രട്ടേറിയറ്റ് ഗാർഡനിലെ ജീവനക്കാരുടെ ഒരു നല്ലൊരു എഫേർട്ട് ഇതിനകത്തുണ്ട്. അത് സ്ഥിരമായി അവർ കാര്യങ്ങൾ നോക്കുകയും മറ്റുള്ള കാര്യങ്ങൾ, ചെടികൾക്ക് ആവശ്യമായ രീതിയിലുള്ള വളപ്രയോഗങ്ങൾ, മൈക്രോ ന്യൂട്രിയൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ കാലാവസ്ഥയിൽ നമുക്ക് നല്ല രീതിയിലൊരു പൂ കൃഷി ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നിരവധി വെല്ലുവിളികൾ നേരിട്ടാണ് ഈ സൂര്യകാന്തി പൂക്കളെ പരിപാലിക്കാനായതെന്ന് ഷിബു പറഞ്ഞു. ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ മണ്ണിൻ്റെ ഒരു പ്രശ്നമാണ്. കാരണം നമ്മളിവിടെ ഒരുപാട് പ്രതികൂല കാലാവസ്ഥ ഉണ്ട്. കാരണം ഇതിന് ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ അണ്ണാൻ, തത്ത, ഇങ്ങനെയുള്ള കിളികളും മറ്റുള്ള നമുക്ക് വെച്ച് കഴിഞ്ഞാൽ അത് നശിച്ചു പോകുന്ന അവസ്ഥയില്ല. അതുകൊണ്ടാണ് ഈ വല തന്നെ ഇട്ടിരിക്കുന്നത്. കിളികളെ ആക്രമണം കുറയ്ക്കുന്നതിന് വേണ്ടിയും ചെയ്യുന്നതിന് വേണ്ടി ഇട്ടിരിക്കുന്നതാണ്. ഇത് പ്രതിസന്ധി തന്നെയാണ്. എന്നാലും നമ്മളിതൊരു നല്ല രീതിയിൽ ചെയ്ത് ഒരു വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമായിട്ട് കാണുന്നത്. ചന്ദ്രൻ ആര്യനാട്, M5 ന്യൂസ്, തിരുവനന്തപുരം. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.